ശ്രീമംഗലത്തുള്ളവരെല്ലാം ശ്രേയയുടെ അഭിമുഖം കണ്ടു. മുത്തശ്ശി നല്ല ദേഷ്യത്തിലാണ്. മുത്തശ്ശിയുടെ ദേഷ്യം കണ്ട് മുത്തശ്ശിയെ തണുപ്പിക്കാനായി അഞ്ജന പറഞ്ഞു. നമ്മൾ ആ ബന്ധം അംഗീകരിച്ചതല്ലേ മുത്തശ്ശി, അതുകൊണ്ടായിരിക്കാം ആ കുട്ടി അങ്ങനെ പറഞ്ഞത്. ലത അത് ശരിവെച്ചു. നിങ്ങൾ രണ്ടുപേരും ശ്രേയയെ ന്യായീകരിക്കേണ്ട, മുത്തശ്ശി പറഞ്ഞു. എന്തൊക്കെയാ അവൾ അതിലൂടെ വിളിച്ചു പറഞ്ഞത്? ഒരു കുടുംബത്ത് പിറന്ന പെണ്ണിന് ചേരുന്ന പണിയാണോ ഇത്? അതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കാർത്തിക് ഓഫീസിൽ നിന്ന് അങ്ങോട്ട് വന്നത്. എല്ലാവരും ഹാളിൽ ഇരുന്നിട്ടും ആരെയും ശ്രദ്ധിക്കാതെ കാർത്തിക് അവൻ്റെ മുറിയിലേക്ക് പോയി. ഇന്ന് നടന്ന സംഭവത്തിൽ കാർത്തിക് മോന് നല്ല ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു, മല്ലിക പറഞ്ഞു. എങ്ങനെ ദേഷ്യം വരാതിരിക്കും? അവൻ ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടതല്ലേ? അപ്പോൾ അവൻ നാണക്കേടല്ലേ ഇത്? അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതിലെന്ത് നാണക്കേടാ? എന്നാണെങ്കിലും കാർത്തിക്കിൻ്റെ ഭാര്യയാകേണ്ടവളല്ലേ ശ്രേയമോള്? ലത ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു. മുറിയിൽ വന്ന വഴിയെ സെറ്റിയിലേക്കിരുന്നു. എന്താ ആലോചിച്ചുകൊണ്ട് അവൻ സെറ്റിയിലേക്ക് ചാരിക്കിടന്നു. മോനെ കാർത്തി എന്ന വിളി കേട്ടുകൊണ്ട് കണ്ണുകൾ അടച്ചു കിടന്ന കാർത്തിക് കണ്ണു തുറന്നു. അഞ്ജന അരികെ വന്നിട്ട് പോലും അവൻ അഞ്ജനയുടെ നേരെ പോലും നോക്കിയില്ല. നിനക്ക് എന്നോട് പിണക്കമാണോ? അഞ്ജന ചോദിച്ചു. ഞാൻ എന്തിനാ ചേച്ചിയോട് പിണങ്ങുന്നത്? ശ്രേയയുടെ അഭിമുഖം കണ്ടിട്ട് നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. അതെ, നിങ്ങളെല്ലാവരും കൂടി അവളെ എൻ്റെ തലയിൽ കെട്ടി